എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും കാർ ഓടിക്കാൻ അറിയാവുന്നവരായിരിക്കും അല്ലെ. സോ കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ കാറിനകത്തുള്ള വാർണിംഗ് സൈനുകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ചിലർക്കൊന്നും അത് അറിയത്തില്ലായിരിക്കും. സോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറിനകത്തുള്ള ഡിഫറെന്റ് വാർണിംഗ് സൈൻസിനെ പറ്റിയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ പല പല വാർണിംഗ് സൈനുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആൻഡ് പല പല കളേഴ്സിലായിരിക്കും അതുണ്ടാവുക. ആൻഡ് ഈ കളേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടല്ല, അത് ആ ഒരു ഇഷ്യൂവിന്റെ സിവിയറിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ഒരു ട്രാഫിക് ലൈറ്റ് ആയിട്ട് കരുതുക. ഇപ്പോൾ റെഡ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നും, യെല്ലോ എന്ന് വെച്ചാൽ കോഷൻ എന്നും, ആൻഡ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എന്ന് വെച്ചാൽ എവറിത്തിങ് ഇസ് ഓക്കെ ആൻഡ് ആക്റ്റീവ് എന്നാണ് അർത്ഥം. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള റെഡ് ലൈറ്റ്സ് ആണ്. അവയ്ക്കാണ് ഇമ്മീഡിയറ്റ് ആയിട്ടും അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടത്. യെല്ലോ ലൈറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലത്തെ തന്നെയാണ്. ബട്ട് അത് റെഡ് ലൈറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട എന്നല്ല, ബട്ട് നിങ്ങൾ അത്രയും ഒരു പേടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഫോർമേഷൻ പർപ്പസസ് വേണ്ടിയുള്ളതാണ്. ലൈക്ക് ഇപ്പൊ നമ്മുടെ ഹെഡ്ലൈറ്റ്സിന്റെ കളർ ആയിക്കോട്ടെ, അവയൊക്കെ ഗ്രീനും ബ്ലൂ അല്ല. സോ അതിന്റെ അർത്ഥം നമ്മളെ കൺഫേം ചെയ്യാനായിട്ടാണ്, അതായത് ഇപ്പൊ ലൈറ്റ് ഓൺ ആണ് എന്ന് നമ്മളെ ഇൻഫോം ചെയ്യാനായിട്ടാണ് ആ ഒരു സൈൻസ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ റെഡ് വാർണിംഗ് സൈൻസിനെ പറ്റി തുടങ്ങാം. ഏറ്റവും ആദ്യത്തെയാണ് ഓയിൽ പ്രഷർ വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഡ്രിപ്പിംഗ് ഓയിൽ ക്യാൻ്റെ ആണ്. ഇത് മിക്കവാറും കാണിക്കുന്നത് ഓയിൽ പ്രഷർ കുറയുമ്പോഴാണ്. സോ ഇതിങ്ങനെ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ വണ്ടി നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്യുക. ആൻഡ് ഒരിക്കലും ഇനിയും കുറച്ചും കൂടെ ദൂരം അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓടിക്കരുത്, കാരണം എഞ്ചിൻ അത് സിവിയർ ആയിട്ട് ഡാമേജസ് ഉണ്ടാക്കും. ആ സമയത്ത് നിങ്ങൾ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ കോൺടാക്ട് ചെയ്യുക. അടുത്തതാണ് എഞ്ചിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു തെർമോമീറ്റർ ഇൻ എ ലിക്വിഡ്, അങ്ങനത്തെ ഒരു സിമ്പിളാണ് ഇതിനുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുകയാണ് എന്നാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് എഞ്ചിനെ തണുക്കാനായിട്ട് അനുവദിക്കുക. ഈ ഒരു സമയത്ത് റേഡിയേറ്റർ ക്യാപ്പും തുറന്നേക്കല്ലേ, കാരണം വളരെയധികം ചൂടായിരിക്കും അതിനുള്ളിൽ. നിങ്ങൾ കൂളന്റ് ലെവൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസിനെ വിളിക്കുക. അടുത്തതാണ് ബാറ്ററി വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ ഐക്കണാണ്. ഇത് വെഹിക്കിളിന്റെ ചാർജിങ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ബാറ്ററിയുടെ ആവാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വയറിങ്ങിന്റെയും ഒക്കെ ആവാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് കുറച്ച് ദൂരം ഓടിക്കാം, ബട്ട് നിങ്ങളുടെ ബാറ്ററി ചിലപ്പോൾ ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയി പോയേക്കാം നിങ്ങളെ പെരുവഴിയിൽ നിർത്തിക്കൊണ്ട്. സോ ഏറ്റവും നല്ലത് എത്രയും വേഗത്തിൽ തന്നെ മെക്കാനിക്കിനെ വിളിച്ച് ഈ ഒരു ഇഷ്യൂ കാണിക്കുന്നതാണ്. അടുത്തതാണ് ബ്രേക്ക് വാർണിംഗ് ലൈറ്റ്. ഇതെന്ന് പറയുന്നത് പല വണ്ടികളിലും ഡിഫറെന്റ് ആയിരിക്കും ഇതിന്റെ സിമ്പിൾ. ചില വണ്ടികളിൽ BRAKE എന്ന് പറയും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉള്ള ലെറ്റേഴ്സ് ആയിരിക്കും സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ല, ചില വണ്ടികളിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും ഒരു സർക്കിളിന്റെ ഉള്ളിൽ. ഇത് കുറെ ഇഷ്യൂസിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ABS അഥവാ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ വണ്ടിയുടെ പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് എന്നായിരിക്കും ഇത് അറിയിക്കുന്നത്. സോ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പയ്യെ ബ്രേക്ക് ഒന്ന് ചവിട്ടി നോക്കുക. ബ്രേക്ക് ഇത്തിരി സ്പോഞ്ചി ആയിട്ടോ അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ടോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വണ്ടി നിർത്തുക. എന്നിട്ട് നിങ്ങൾ ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. അടുത്തതാണ് എയർ ബാഗ് വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഉണ്ടാവും, അതിന്റെ അടുത്ത് തന്നെ എയർ ബാഗ് ഡിപ്ലോയിങ്, അതാണ് ഇതിന്റെ ഒരു സിമ്പിൾ. ഇത് വണ്ടിക്കകത്തുള്ള എയർ ബാഗ് സിസ്റ്റത്തിന്റെ ഒരു മാൽ ഫംഗ്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആക്സിഡന്റ് നടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇൻ കേസ് ചിലപ്പോൾ നിങ്ങളുടെ എയർ ബാഗ് ഡിപ്ലോയ് ആവുകയില്ല. നിങ്ങളുടെ വണ്ടിക്കകത്ത് 6 എയർ ബാഗ് ഉണ്ട്, 7 എയർ ബാഗ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഗുണമില്ലാണ്ടായി. സോ നിങ്ങൾ സേഫ്റ്റി കൺസേൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെക്ക് ചെയ്തോ. ഇനി നമുക്ക് യെല്ലോ വാർണിംഗ് ലൈറ്റ്സിനെ പറ്റി സംസാരിക്കാം. ചെക്ക് എൻജിൻ ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു എഞ്ചിന്റെ ഐക്കണാണ്. ഇതിന് കുറെ ഇഷ്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ലൂസ് ആയിട്ടുള്ള ഗ്യാസ് ക്യാപ്പ് മുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇഷ്യൂവിനെ വരെയും ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുണ്ട്. സോ ഇതിങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങളുടെ വെഹിക്കിൾ ഒന്ന് സ്കാൻ ചെയ്ത് എന്താണ് ഇഷ്യൂ എന്നൊന്ന് കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രമല്ല കേട്ടോ, അതൊന്ന് ശരിയാക്കുകയും വേണം. അടുത്തതാണ് ABS വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ABS എന്നാണ്. ABS അഥവാ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇത് വണ്ടിക്കകത്തുള്ള ABS സിസ്റ്റത്തിന്റെ എന്തോ ഒരു മാൽ ഫംഗ്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് മാൽ ഫംഗ്ഷൻ ആയെന്ന് വിചാരിച്ച് നിങ്ങളുടെ റെഗുലർ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യും, ബട്ട് നിങ്ങൾക്ക് ആ ABSന്റെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ്, ലൈക്ക് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീല് ലോക്കപ്പ് ആകാതെ സൂക്ഷിക്കുന്നത് ABS ആണ്. സോ ആ ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. സോ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അടുത്തതാണ് ടയർ പ്രഷർ വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹോർഷൂ ഷേപ്പിലാണ്, ആൻഡ് അതിന് മുകളിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടാവും. നിങ്ങൾ TPMS അഥവാ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഇറങ്ങുന്ന പല മോഡേൺ കാർസിലും അത് ഉണ്ടാവാറുണ്ട്. ലൈക്ക് വണ്ടിയുടെ ടയർ പ്രഷറിനെ അത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ്
എങ്ങാനും പ്രഷർ കുറഞ്ഞു പോയാലാണ് അത് ഇൻഡിക്കേഷൻ നൽകുന്നത്. സോ അതാണ് ഈ ഒരു ടയർ പ്രഷർ വാർണിംഗ് ലൈറ്റ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടയറിന്റെ പ്രഷേഴ്സ് റെഗുലർ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യുക. സോ നിങ്ങൾ ടയറിൽ ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ലെവൽസ് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രൈവർ സൈഡിന്റെ ഡോർ ജാമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തതാണ് ട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വാർണിംഗ് ലൈറ്റ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ചില വണ്ടികൾ TSC അഥവാ ESC എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചില വണ്ടികളിൽ ഒരു കാറിന്റെ ഐക്കണവും അതിന്റെ അടിയിൽ സ്കിഡ് മാർക്സും ഉണ്ടാകും. ഈ ഒരു ലൈറ്റ് യൂഷ്വലി ഇലുമിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള സിസ്റ്റം നിങ്ങളുടെ വണ്ടിയുടെ ട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ബട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ മാൽ ഫംഗ്ഷൻ ആകും. സോ ഈ ലൈറ്റിങ്ങാനും ഇലുമിനേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, എസ്പെഷ്യലി സ്ലിപ്പറി ആയിട്ടുള്ള ഏരിയാസിൽ. അടുത്ത നമുക്ക് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഇൻഡിക്കേറ്റർ ലൈറ്റ്സിലോട്ട് പോകാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തെ അല്ല, മറിച്ച് ഇപ്പോൾ ഒരു സിസ്റ്റം നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള സിസ്റ്റം ആക്റ്റീവ് ആണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ്സിന്റെ മെയിൻ ഫംഗ്ഷൻ. ഹൈ ബീം, ലോ ബീം, ഫോഗ് ലൈറ്റ്സ്, ക്രൂസ് കൺട്രോൾ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, യെല്ലോ എന്ന് പറഞ്ഞാൽ കോഷൻ ആയിരിക്കുക, ആൻഡ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ആക്റ്റീവ് ആണ് എന്നാണ്. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വാർണിംഗ് സൈൻസ്, ഡിഫറെന്റ് വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.